സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ സർക്കാർ ഈ മാസം 18-19 തീയതികളിൽ ജനകീയ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുമെന്ന് തദ്ദേശ മന്ത്രി എം ബി രാജേഷ്. യജ്ഞത്തിൽ 20 ലക്ഷം പേർ അണിനിരക്കും. 20,000 വാർഡുകളിൽ നടക്കുന്ന ജനകീയ ശുചീകരണ യജ്ഞത്തിന് തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും നേതൃത്വം നൽകും. തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായാണിത്. തദ്ദേശാരോഗ്യ വകുപ്പുകൾ ജില്ലകളിൽ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നുവെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ചുരുങ്ങിയതൊരു വാർഡിൽ 100 പേരെന്ന നിലയിൽ 20,000 വാർഡിൽ 20 ലക്ഷം പേർ അണിനിരക്കുന്ന വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഹോട്ട്സ്പോട്ടുകളെല്ലാം ഇതിനകം തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ നിലയിൽ വലിയ മുന്നൊരുക്കങ്ങൾ ഇതിനകം നടന്നിട്ടുണ്ട്. 18-19 തീയതികളിലായി ഈ ശുചീകരണ യജ്ഞം തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കും. സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ, രാഷ്ട്രീയ പാർട്ടികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവരുടെ സഹകരണത്തോടെയായിരിക്കും വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. വിവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ 14-ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ യോഗം ചേരും. 30,000 രൂപ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ തനത് ഫണ്ട് ചിലവഴിക്കാനും അനുമതി നൽകി. മാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിന് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 2022-23 47% വാതിൽപ്പടി മാലിന്യ ശേഖരണമെങ്കിൽ 2023-24 87% ഉയർന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, കൊച്ചി.